ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എന്തെല്ലാണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ വീഡിയോ ആയിട്ട് വന്നിട്ട് കുറേ ആയിട്ടോ. ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം നമുക്കിന്ന് സൗദിയിലത്തെ ഒരു ഓണാഘോഷ പരിപാടിൻ്റെ വീഡിയോ നോക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ നാട്ടിലേക്ക് പർച്ചേസിങ് തുടങ്ങിയിട്ടുണ്ട്, സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പോയ കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ഓണപരിപാടി എന്ന് പറഞ്ഞാൽ ഗാനമേളയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സൗദിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി. അപ്പോൾ നമുക്കത് എങ്ങനെയുണ്ട് എന്ന് നോക്കാം കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക എല്ലാവരും. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മളെ വീഡിയോ ആരെയും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. ഓണാഘോഷ പരിപാടിയിൽ വടംവലി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാത്രിയാണ് പരിപാടി നടക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഗാനമേളയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് പാടാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് മിമിക്രി ആർട്ടിസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് പരിപാടി, എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അതുപോലെ തന്നെ പരിപാടിയിൽ ഞങ്ങൾക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നാട്ടിലേക്ക് എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്തത്, സാധനങ്ങളൊക്കെ എന്തൊക്കെയാണ് വാങ്ങിയത് എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ, ഏകദേശ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതുവരെ കയറാത്തൊരു ഷോപ്പൊക്കെയാണ് ഇന്ന് പോകുന്നത് കേട്ടോ. ഒത്തൈമ എന്ന് പറഞ്ഞൊരു ഷോപ്പ് കയറിയിട്ട് അത്യാവശ്യം വേണ്ട ഫ്രൂട്ട്സും പച്ചക്കറികൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പോന്നു. ഞങ്ങൾ ഒരു ഓഫറില്ല, ഒരു ഷോപ്പുണ്ട് ഇവിടെ എന്ന് പറഞ്ഞു കേട്ടിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങോട്ട്. അപ്പം ഞങ്ങൾ അധികം വന്നിട്ടില്ല, ഇങ്ങോട്ട് ഫസ്റ്റ് ടൈമാണ് വരുന്നത് കേട്ടോ. അവിടെ പലചരക്കും പച്ചക്കറികൾക്ക് വിലക്കുറവുണ്ട്. അതുപോലെ തന്നെ പലചരക്കും കാര്യങ്ങൾക്കൊക്കെ വിലക്കുറവുണ്ടെന്ന് കേട്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങി, എന്നാലും നമുക്ക് നോക്കാമല്ലോ എങ്ങനെയുണ്ട് എന്തൊക്കെയാണ് എന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ ഒരു ATM ഉണ്ട്, അപ്പോൾ ക്യാഷ് എടുക്കും വേണം. അപ്പോൾ കാക്കു ക്യാഷ് എടുക്കണം. അപ്പോൾ ഞാനവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ എടുത്തതാണ്. ഇപ്പോൾ ഏകദേശം സമയം ഒരു 6 മണി കഴിഞ്ഞേക്കും. ഞങ്ങൾക്ക് പരിപാടിക്ക് പോണതിന് മുന്നേ ചെറിയൊരു പരിപാടി വേറെ ഉണ്ടായിന്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയോണ്ട് ഇങ്ങനെ നിൽക്കണം കേട്ടോ. അങ്ങനെ ചെന്ന് ഞങ്ങളെത്തിയത് ആ കടേൻ്റെ ബാക്ക് സൈഡിലാണ്. ഞാനത് കണ്ടപ്പോൾ പറഞ്ഞാൽ ആ കടയൊക്കെ അടച്ചു പോയിട്ടുണ്ട്, ഇതിനുള്ളിൽ ആരുമില്ല, അവിടെ ക്ലോസ് ആണ് പറഞ്ഞു. അപ്പോൾ കാക്കു പറയാം, എടി പൊട്ടത്തി നമ്മൾ ബാക്കിലൂടെയാണ് വന്നത്, ഫ്രണ്ടിലൂടെ അല്ല പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ തിരിച്ചങ്ങോട്ടന്നെ പോയി ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു കേട്ടോ. അങ്ങനെ ഇതിന് കടൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു. അതുപോലെ മലയാളികളെ കടയിൽ നിന്ന് കേട്ടു, മലയാള കടയാകുമ്പോൾ നമ്മൾ ഒന്നുകൂടി മലയാളി കടയൊക്കെയല്ലേ പോവുള്ളൂ, കാരണം നമ്മളെ നാട്ടുകാരല്ലേ. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് അങ്ങോട്ട് ഞങ്ങൾ മലയാളി കട ഉണ്ടെന്ന് കേട്ടാൽ ഞങ്ങൾ അങ്ങോട്ടാണ് അധികം പോകല് കേട്ടോ. നമ്മൾക്ക് നമ്മളെ ആവശ്യമില്ല, നമ്മളെ നാട്ടിലത്തെ സാധനങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞങ്ങളങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളെ നാട്ടിലത്തെ കുറേ ചെടിയുണ്ട് കേട്ടോ. മലയാളമായതുകൊണ്ട് ഇക്കാരം നമ്മളെ നാട്ടിലെ ചെടികളൊക്കെ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിന് കാണാൻ. ഇപ്പോൾ പുതിയ തുടങ്ങിയതാണ് കേട്ടോ ആ ഷോപ്പ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയോണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ ട്രോളി ഇല്ലേ, എടുക്കണ്ടേന്ന് ചോദിച്ചിട്ട് കാക്കു. അപ്പോൾ ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് എടുത്തല്ലേ, ഇനിയിപ്പോൾ എന്തെങ്കിലും വാങ്ങണേ നമ്മളെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ പോരണ്ടേ വെച്ചിട്ട് അതൊക്കെ എടുത്ത് പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അവിടുന്ന് കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊന്നുമില്ല. ഓഫറിൽ ഒട്ടിക്കണം കേട്ടോ, ഓഫർ ഒട്ടിക്കണതാണ് ആ മഞ്ഞ A4 ഷീറ്റിൽ കാണണമൊക്കെ കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ കുറവായിരുന്നു. അതുപോലെ ബർഗറല്ല, അതുപോലെ ഒരു ഫ്രൈസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ ചീസ് ബോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ 2 ഫ്രൈസുകൾ എടുത്തിട്ടുണ്ട്. ഫ്രോസൺ ആണ്, നമുക്ക് കൊണ്ടുപോയിട്ട് പൊരിച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഈവനിങ് സ്റ്റേക്ക് ആയിട്ട് അങ്ങനെ എടുത്ത് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നോക്കി. ഞങ്ങൾ എടുത്തിട്ടില്ല കേട്ടോ അതൊക്കെ. ഞങ്ങൾ ഇതിന് മുന്നേ ഒരു ഷോപ്പ് കയറിയപ്പോൾ എടുത്തിന്. ഈ ആപ്പിൾ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാ പ്രാവശ്യം എടുക്കലുണ്ട്, പക്ഷേ ഇപ്രാവശ്യം അത് കഴിഞ്ഞിരിക്കണം. എല്ലാവരും നോക്കി തിരവായ പോലെ തോന്നി കണ്ടപ്പോൾ. അത് ഞങ്ങൾ എടുത്തില്ല. ഫ്രൂട്ട്സൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എല്ലാ ഷോപ്പത്തെ പോലെ തന്നെയാണ്, വലിയ ഓഫറും കാര്യങ്ങളൊന്നുമില്ല. എല്ലായിടത്തും ഇപ്പോൾ ഓഫർ ഇതൊക്കെ തന്നെയാണ് ഏകദേശം കൊടുത്തിട്ടില്ല. നമ്മളെ അടുത്ത മത്തന്, കുമ്പളം, ചിരങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് അതൊന്നും എടുക്കാൻ വന്നില്ല. പച്ചമുളക് ആവശ്യമുണ്ടായിന്, അതെടുത്തിട്ടില്ല. അപ്പോൾ കാക്കു അതെടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. നല്ല മുളകായിരുന്നു, അത് കുറച്ചെടുത്തു.
പിന്നെ ഞങ്ങൾക്ക് അവിടുന്ന് കാര്യമായിട്ടൊന്നും എടുക്കാമല്ലോ കേട്ടോ. ഇത് ഞാൻ എന്തെങ്ങനെ കാണിക്കണമല്ലോ, ചില വീഡിയോയിലൊക്കെ കാണുമല്ലോ ഇങ്ങനെ സൂമൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ട് പിന്നെ ഇങ്ങനെ ബാക്ക് കയറിന് അങ്ങനെ ക്യാമറ എടുക്കൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനായിട്ട് കാക്കുവിന്. അതുപോലെ തന്നെ ചെറുനാരങ്ങ, ക്യാപ്സിക്കം, പിന്നെ പൊട്ടറ്റോ, ബട്ടർ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഏകദേശം ഒരു ഓഫറും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ എന്ന് വെച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഇതിലൊന്ന് കയറി നോക്കി കേട്ടോ. ഒരുപാട് സമയം ഇവിടെ നിന്നിട്ടില്ല, ഞങ്ങൾ ഇവിടുന്ന് വേഗം പോകുന്നു. കാരണം 7 മണിക്ക് അവിടുത്തെ പരിപാടി തുടങ്ങുമെന്ന് പറഞ്ഞിനി. പിന്നെ അതിൻ്റെ മുന്നേ പിന്നെ ഉമ്മ വരും, ഉമ്മ ഉമ്രക്ക് പോയിക്കണേ. അപ്പോൾ ഉമ്മൻ്റെ ബസ് വരും, അപ്പോൾ ഉമ്മാനെ എടുക്കും വേണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അധികം സമയം അവിടെ നിന്നിട്ടില്ല. ഇല്ല സമയം കൊണ്ട് ഞാൻ അവിടെ ഇറങ്ങി ഏകദേശം എങ്ങനെ ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ ഒക്കെ എടുത്തു. അവിടെ പിന്നെ ബീഫൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് പിന്നെ എന്താ പറയുക, നമ്മളെ സോപ്പ് പൊടിയില്ലേ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ അതൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പോന്നു കേട്ടോ. ആകെ സാധനങ്ങളെ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ പച്ചമുളകും അങ്ങനത്തെ 2 ബോക്സും ആ പച്ചമുളകും ഞങ്ങൾ ഇവിടെ നിന്ന് എടുത്തിട്ടുള്ളൂ കേട്ടോ. മറ്റേ ഷോപ്പിൽ നിന്ന് പിന്നെ അത്യാവശ്യം കുറച്ച് കൂടുതൽ സാധനങ്ങളൊക്കെ വാങ്ങിയേനെ. പിന്നെ ഇപ്പം നാട്ടിലേക്ക് വരാനായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വേസ്റ്റ് ആക്കണ്ടല്ലോ വിചാരിച്ചു. പിന്നെ ഞാൻ ഈ സാധനം കുറച്ച് മുന്നേ ഇവിടെ സൗദിയിൽ വന്ന ഉടനെയൊക്കെ വാങ്ങി കഴിച്ചതിന് കേട്ടോ. നല്ല ടേസ്റ്റ്, എനിക്ക് നല്ല ഇഷ്ടമായിന്. അപ്പം ഞാനത് അപ്രതീക്ഷയായിട്ട് അവിടെ ഇങ്ങനെ കണ്ടു കേട്ടോ. അപ്പം ഞാൻ പിന്നെ അതെടുത്തു. അപ്പോൾ 5 റിയാൽ എന്നാ പറഞ്ഞിനി, ബില്ലടിച്ചെന്നപ്പോൾ 1 റിയാലുള്ളൂ കേട്ടോ. ഒരു റിയാൽ പറഞ്ഞാൽ നാട്ടിലത്തെ 20 രൂപ. അതുപോലെ തന്നെ അതൊരു പിസ്സൻ്റെയൊക്കെ മിനി പിസ്സ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിസ്സൻ്റെ സാധനങ്ങളൊന്നും അതിലിട്ടിട്ടില്ല, എന്നാലും കാണാനൊക്കെ പിസ്സൻ്റെ പോലെ ഉണ്ട്. പിന്നെ ചീസ് ഉണ്ട്, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അതുപോലെ ഗാവ കിട്ടിയിട്ടോ, സൗദിയുള്ള ഗാവ. അപ്പോൾ കാക്കു ഇങ്ങനെ അടുക്കി പറയണേ. അപ്പോൾ അത് വീഡിയോ അയക്കണം, ഞാനത് ഫോട്ടോ ആണ് എന്നുള്ളൊരു ഇതിലിങ്ങനെ നിൽക്കണം, വീഡിയോ ആണ് എടുത്തിക്കണേ കേട്ടോ. അത് ഒരു ടേസ്റ്റും ഇല്ല, അതിന് മധുരമൊന്നും ഇല്ല കേട്ടോ. ഞാൻ കളഞ്ഞു, എനിക്കിഷ്ടമായില്ല. ഞാൻ കളഞ്ഞേക്കല്ല, കാക്കുവിനെടുത്തു, ഞാൻ കുടിച്ചിട്ടില്ല. പിന്നെ എനിക്ക് ഒരു ഇഷ്ടമായില്ല. അത് വാങ്ങുമ്പോൾ ഞാനിങ്ങനെ രസത്തിലിങ്ങനെ എടുക്കും, അല്ലാതെ കുടിക്കാനൊരു ചിലതൊക്കെ ടേസ്റ്റ് ഉണ്ടാവലുണ്ട്. അപ്പോൾ ആ ഒരു ഇതിലെടുത്തതാണ്. എന്തായാലും എനിക്ക് ഇഷ്ടമായിട്ടില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നിട്ട് പിന്നെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറി. സത്യം പറഞ്ഞാൽ വെറുതെ കയറി ഇറങ്ങി. ഇവിടെ ഞങ്ങൾക്ക് ഇതും പറ്റിയിട്ടില്ല. ഞങ്ങൾ എടുക്കുമ്പോൾ മാക്സ് എന്നാണ് കൂടുതൽ എടുക്കാറ്. എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. ഇതിൽ കയറിയിട്ട് നോക്കി. എനിക്ക് കുറച്ച് പാൻറ്റുകളൊക്കെ ആവശ്യമുണ്ടായി നാട്ടിലേക്ക്. പിന്നെ ക്ലാസ് തുടങ്ങുമ്പോൾ എന്തായാലും കുറേ പാൻറ്റും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടാവും. അപ്പോൾ ഇവിടുന്ന് ഞാൻ എടുക്കുന്ന പാൻറ്റുകളൊക്കെ അത്യാവശ്യം നല്ല പാൻറ്റുകളാണ്. കാക്കുങ്ങൾക്ക് കൊണ്ടുവരുന്നൊക്കെ കുഴപ്പമില്ലാത്ത നല്ല പാൻറ്റുകളൊക്കെ കുറേ നിൽക്കലുണ്ട്. അപ്പോൾ അതുകൊണ്ട് പാൻറ്റ് എടുത്തിട്ട് പോകാൻ വിചാരിച്ച് ഇങ്ങനെ വന്നതാണ്. അപ്പോൾ എനിക്ക് വിചാരിച്ച പാൻറ്റൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ അതൊന്നും എടുത്തില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ 5 റിയാൽ ഷോപ്പ് ഉണ്ടല്ലോ, 5 റിയാലിൻ്റെ ഷോപ്പ് എന്ന് പറയും. അപ്പോൾ അങ്ങോട്ട് കയറി. അങ്ങോട്ട് കയറുമ്പോൾ ഞങ്ങൾക്ക് തീരെ സമയമല്ല. കാരണം അമ്മ ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് വിളിച്ചും ചെയ്തു. അപ്പോൾ ഞങ്ങൾ വേഗം പോയി നോക്കിയിട്ട് വേഗം പോരുകയാണ്. പിന്നെ മക്കൾക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു നാട്ടിൽ കേട്ടോ. എന്താ പറയുക, കുട്ടികൾ കളിക്കുന്ന ബാറ്റും പിന്നെ എന്താ ബലൂണ്, പിന്നെ അവർ കളിക്കുന്ന ജെല്ലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മക്കൾ കൊണ്ടുവരാൻ പറഞ്ഞിനി നാട്ടിൽ നിന്ന്. അപ്പോൾ ഓൽക്കില്ലേ അതൊക്കെ എടുത്തിട്ടോ. അതൊക്കെ എടുത്തിട്ട് പിന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കണമല്ലോ കേട്ടോ. ഈ സാധനങ്ങളൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. പിന്നെ അവിടെ ഇങ്ങനെ ഒരു ഇത് കണ്ടിട്ടോ, ഇതിങ്ങനെ കാറിലിങ്ങനെ വെക്കാനാണ്. അപ്പോൾ ഇതെന്താ പട്ടിക്കുട്ടിയാണ് തോന്നുന്നു കേട്ടോ. അങ്ങനത്തെ ഒരു ഇത് അമ്മക്ക് അത് ഇഷ്ടമുണ്ടാവില്ല ചിലപ്പോൾ. അപ്പോൾ ഞങ്ങൾ എടുത്തില്ല. കാറിലൊക്കെ വെക്കട്ടെ, കാറിലൊക്കെ ഒക്കെ ഭംഗിയാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ എടുത്ത സാധനങ്ങൾ ഇതേ എടുത്തിട്ടുള്ളൂ. കുറേ സാധനങ്ങൾ എടുക്കാണ്ട്, പക്ഷേ എന്താ പറയുക, ഞങ്ങൾക്ക് ടൈമില്ലേനി. ഒന്ന് പരിപാടിക്ക് പോകണം, 2 അമ്മ സമയമാകുമ്പോൾ ബസ് ഇറങ്ങിയിട്ട് വെയിറ്റ് ചെയ്യും. അപ്പോൾ റോഡിൽ നിൽക്കില്ലേ, അപ്പോൾ കുറേ സമയം നിൽക്കാൻ വയ്യല്ലോ. അപ്പോൾ ഞങ്ങൾ വേഗം പോകാണ്. ഇപ്പോൾ എല്ലാം ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഈ കടയിൽ കയറിയാൽ പിന്നെ നമുക്ക് ഇറങ്ങാൻ തോന്നില്ല. നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ കുടിയിരിക്കലിനൊക്കെ വീട്ടിൽ കൂടൽ എന്നൊക്കെ പറയുമല്ലോ, അതിനൊക്കെ എന്താ പറയുക, ഞങ്ങളുടെ നാട്ടിൽ കുടിയിരിക്കൽ എന്നാണ് പറയില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിനൊക്കെ എന്താ പറയുക, പോണോലൊക്കെ ആയിട്ടുള്ളക്കാണ് കയറിയ ഒരുവിധ സാധനങ്ങൾ ആവശ്യമില്ലൊക്കെ അവിടെ നിന്ന് കിട്ടും കേട്ടോ. പിന്നെ ഞങ്ങൾ പരിപാടിക്കെല്ലാം ഉമ്മാനൊക്കെ എടുത്തു. ഞങ്ങൾ കൂടെ അങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പരിപാടി ഏകദേശമൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ എന്താ പറയുക, വെൽക്കം ചെയ്യാണ് എല്ലാവരെയും. അപ്പോൾ പരിപാടിയൊക്കെ ഏകദേശമൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഒരു ഓഡിറ്റോറിയമാണ് കേട്ടോ, സൗദിയിലത്തെ ഒരു ഓഡിറ്റോറിയമാണ് ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് നമുക്ക് തന്നത് കേട്ടോ. അപ്പം ഞങ്ങളിവിടെ എത്തുന്ന സമയത്ത് പിന്നെ കാക്കുൻ്റെ ഒരു ഫ്രണ്ടും ഓലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലല്ലോ ഞാൻ, എൻ്റെ അധിക വീഡിയോയിലും ഉണ്ടാവുമല്ലേ.
അപ്പോൾ ഓലൊക്കെ അവിടെ ഏകദേശം എത്തീന് കേട്ടോ. അപ്പം ഞാനും വേഗം വന്നു, ഓലെടുത്തിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ സ്വാഗതമൊക്കെ കഴിഞ്ഞു. പെട്ടെന്ന് പിന്നെ ഫസ്റ്റായിട്ട് വടംവലി ആരംഭിക്കണമെന്ന് പറഞ്ഞിട്ട് വടംവലി തുടങ്ങിയിട്ടോ. പിന്നെ ജിദ്ദ എന്നുള്ളൊരു ടീമും യാമ്പോ എന്നുള്ളൊരു ടീമുമാണ് തോന്നുന്നത് മത്സരത്തിൽ പങ്കെടുത്തത് കേട്ടോ. അതിൽ ജിദ്ദത്തെ ടീമാണ് ജയിച്ചത് എന്നാണ് ഇപ്പോൾ എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട് പറയാം. ഇതിപ്പോൾ നടന്നിട്ടിപ്പോൾ ഒരു 2 ദിവസമായിട്ടോ. ഞാൻ പിന്നെ 2 ദിവസത്തിന് ശേഷമാണ് വീഡിയോ വോയിസ് ഓവറൊക്കെ കൊടുത്ത് വീഡിയോ എഡിറ്റ് ചെയ്യണം, എനിക്ക് സമയം കിട്ടിയില്ല ഇനി. അപ്പോൾ എന്താ പറയുക, വടംവലി സ്റ്റാർട്ടായിട്ടുണ്ട്. എന്താ പറയുക, ഇവിടെ നമ്മളെ നാട്ടിലത്തെ അങ്ങനത്തെ വലിയ കട്ടില്ല ചൂടിക്കയറില്ല, അങ്ങനത്തെ കയറുകൊണ്ടല്ലേ മത്സരം നടത്തൽ. ഇതാ കയറൊന്നുമില്ല, സാധാ പ്ലാസ്റ്റിക്കിൻ്റെ കുഴപ്പമില്ലാത്തൊരു കട്ടില്ല കയറാണ്. പക്ഷേ ഇതിലെ കൈയൊക്കെ നാശമായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് വലിച്ചിട്ട് ആ കൈയൊക്കെ മുറിയായിട്ടുണ്ട്. ഒറ്റ വലിക്ക് തന്നെ അങ്ങോട്ട് പോയിട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ സ്ഥലം മാറി നിൽക്കുമല്ലോ, അങ്ങനെ പിന്നെ ഓപ്പോസിറ്റ് നിന്നു. അങ്ങനെ വലിച്ചപ്പോൾ നേരത്തെ തോറ്റോലാണ് ജയിച്ചത് കേട്ടോ. പിന്നെ അപ്പോൾ 2 സമാസമായപ്പോൾ പിന്നെ ഒന്നുകൂടി വലിക്കുന്നുണ്ട്. അങ്ങനെ എന്താ സുൽത്താൻ ടീമും പിന്നെ വേറെ എന്തോ ഒരു ടീം, അങ്ങനെ എന്തോ 2 ടീമായിരുന്നു കേട്ടോ പേര്. ജിദ്ദ എന്നുള്ള ടീമും പിന്നെ നമ്മളെ നാട്ടിലത്തെ യാമ്പൂത്തെ ഒരു ടീമും എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം ആളുകളുണ്ടായിരുന്നു. പിന്നെ ഇത് മലയാളികളുടെ പരിപാടി കേട്ടോ, നമ്മളെ നാട്ടിലത്തെ മലയാളികളുടെ പരിപാടിയാണ്, പുറത്തുനിന്നുള്ള ആരുമില്ല, മലയാളികളാണ്. പിന്നെ സൗദികൾ 2-3 ആൾക്കാരായിട്ട് കണ്ട പോലെ തോന്നി കേട്ടോ. സൗദികൾ പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഭയങ്കര മത്സരമായി. പിന്നെ ഇരുന്ന് വലിക്കാൻ തുടങ്ങി കേട്ടോ. ഇരുന്നിട്ട് വലിക്കാൻ തുടങ്ങിയാൽ ഓപ്പോസിറ്റുള്ള ടീമിനെ എനിക്ക് കാണാൻ പറ്റണില്ല, അവിടെ ഒരുപാട് ആൾക്കാരാണ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഭയങ്കര മത്സരമായി, നല്ല ഭംഗിയുണ്ടായിന് കാണാൻ. ഈ ടീമിന് കുറച്ച് കൂടുതൽ സപ്പോർട്ട് കിട്ടിയോ എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ജയിച്ചത് ലാസ്റ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീമാണ് കേട്ടോ. ഇവരൊന്നുകൂടി വലിക്കുന്നുണ്ട് മാറി നിന്നിട്ട്, അപ്പോൾ ജയിക്കുന്നത് അവരാണ്. എന്തായാലും ഭയങ്കര ഉഷാറായിരുന്നു പരിപാടി കേട്ടോ. ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടിയിലൊക്കെ കൂടാൻ പറ്റി. ഞാനിങ്ങനെ എല്ലാവരും സ്റ്റാറ്റസ് കാണുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, ഓണൊക്കെ ഇപ്പോൾ 2 വർഷമായിട്ട് മിസ്സാണല്ലോ, ഓണം പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നിൽ കൂടാൻ പറ്റണില്ല എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു പരിപാടി സൗദിയിൽ ആദ്യമായിട്ടാണ്, എന്തായാലും അതിലൊക്കെ കൂടാൻ പറ്റിയത് ഭയങ്കര സന്തോഷമായി. ഗാനമേളയും കാര്യങ്ങളും പരിപാടികളൊക്കെ ഉണ്ടായിന്. ഇവരിങ്ങനെ സൗദികളൊന്നായാലും ഈ അറബികൾ ഈ ഭാഗത്തേക്ക് എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള പ്രോഗ്രാമൊന്നും ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെ, അങ്ങനെ നടത്തുന്നതായിട്ട് കേട്ടിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ ഓരോ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലാണോ എല്ലാ പരിപാടികൾ. സ്കൂളുകളത്തൊക്കെ ആണെങ്കിൽ സ്കൂളിൽ തന്നെയാണ് അകത്തായിട്ടുണ്ടാവുള്ളൂ. അതുപോലെ കല്യാണം പരിപാടികളൊക്കെ ആണെങ്കിൽ അത് ഓഡിറ്റോറിയത്തിൽ വെച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇങ്ങനെ പുറത്ത് പരിപാടി ഉണ്ടായതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല 2 വർഷമായിട്ട്. പിന്നെ കാക്കും പറഞ്ഞു അങ്ങനെ പരിപാടികളൊന്നും നമ്മുടെ നാട്ടിലത്തെ പോലെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. എന്തായാലും ഇപ്പോൾ വടംവലിയിൽ ആ ടീം ജയിച്ചിട്ടുണ്ട്, അവർക്ക് പ്രോത്സാഹന സമ്മാനമൊക്കെ ഉണ്ട് കേട്ടോ.
സംഘടനയാണ് കേട്ടോ നമ്മളെ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് യാമ്പൂൽ. ഇവർക്ക് ജിദ്ദയിലൊക്കെ ഉണ്ട്, നമ്മളെ കേരളത്തിൽ 14 ജില്ലകളിലും ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. സംഘടനകളൊക്കെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പോൾ ഇത്ര ഇങ്ങോട്ട് വിപുലമായിട്ടില്ലേന് നമ്മളെ യാമ്പൂലൊന്നും. ഇപ്പോൾ പ്രാവശ്യമാണ് പിന്നെ എല്ലായിടത്തേക്കും വന്ന് ജിദ്ദയിലും യാമ്പൂലും അതുപോലെ തന്നെ റിയാദിൽ അങ്ങനെയൊക്കെ പരിപാടിയൊക്കെ എല്ലായിടത്തും ഉണ്ടാക്കി. പിന്നെ ഇതുപോലെ കലാകാരന്മാരൊക്കെ വിളിച്ച് പരിപാടിയൊക്കെ ആക്കുന്നത്. കുറച്ച് മുന്നേ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നണേ എന്താ പറയുക, കുട്ടികളൊക്കെ ഡാൻസൊക്കെ പഠിച്ച് പിന്നെ പരിപാടിയൊക്കെ ഒന്നുകൂടി ഉഷാറാക്കിന്. പക്ഷേ നമ്മളങ്ങനെ സംഭവം അറിഞ്ഞിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ അവിടെ. എല്ലാവർക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. മലയാളികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. സൗദികൾ 2-3 പേരൊക്കെ ഉള്ളതിന്. പിന്നെ ഏകദേശം പരിപാടിയൊക്കെ കഴിയാനൊക്കെ ആയപ്പോക്കിന് പിന്നെ ഏകദേശം ആൾക്കാരൊക്കെ പോയി തുടങ്ങി കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞ് പിന്നെ എന്താ വെച്ചാൽ ഇവിടെ മലയാളികളൊക്കെ ആകുമ്പോൾ ഏകദേശം എല്ലാവരും ജോലിക്ക് വേണ്ടി വന്നവരാവില്ലേ. അപ്പോൾ പിന്നെ എന്തായാലും സൺഡേ പിന്നെ ഫ്രൈഡേ കഴിഞ്ഞാൽ സാറ്റർഡേ എന്തായാലും എല്ലാവരും വർക്കിനൊക്കെ പോകേണ്ടി വരും. അതുകൊണ്ട് പിന്നെ കുറേ ആൾക്കാരൊക്കെ പോയി. പിന്നെ ഇതാണ് ജമാൽ പാഷ കേട്ടോ. മൂപ്പര് നല്ല പാട്ടുകാരനാണ്. അതുപോലെ തന്നെ ആശാഷിച്ചും നന്നായിട്ട് പാടുന്നുണ്ട്. പിന്നെ കലാഭവൻ നസീബ് പറഞ്ഞ മൂപ്പരും അങ്ങനെ തന്നെ നല്ല മിമിക്രി ആർട്ടിസ്റ്റാണ് കേട്ടോ. മൂപ്പരത് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇനി ബാക്കി വീഡിയോ കാണാം. പാവം ചക്രപാണിയാകത്ത ഹാജിയാറെ കൊന്നു തള്ളിയ ഞാൻ പുറത്ത്. എന്നിട്ട് എന്റെ അമ്മയായിരുന്നു മേഴ്സി, എന്റെ ഭാര്യയായിരുന്നു മേഴ്സി, എന്റെ മകളായിരുന്നു മേഴ്സി, എല്ലാമായിരുന്നു മേഴ്സി. എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചാൽ ഇതിൽ നന്നായി വരയ്ക്കും. ഞാനൊരു പുതിയ പാട്ട് എഴുതിയിട്ടുണ്ട്. നീയായിരുന്നാലും ശരി, Violence, violence, violence. I don't like it. I avoid. But violence like me, I can't avoid. പിരിക്കാനാവില്ല തിരുമനസ്സേ. രാജപ്രതാപങ്ങളുടെ മുന്നിൽ അടിയാവ് പറയാനുള്ളതല്ല ഞങ്ങളുടെ നിർമ്മല സ്നേഹം. 1000 സൂര്യചന്ദ്രന്മാർ ഒന്നിച്ചത്തമിച്ചാലും ആത്മാവിന്റെ അവസാനം തോക്കിന്റെ മുമ്പിൽ എന്ത് ത്രമൂർത്തി, കാഞ്ചി വലിച്ച ഉണ്ട കയറും.
ആയോ? ഓ പൊളി പൊളി. அந்த ரூல்ஸ் இஷ்டத்துக்கு அப்பப்போ மாத்திட்டே இருப்போம். அது கட்சி பணிப்பேற்று ஃபாலோ பண்ணணும். அதை விட்டுட்டு ஏதாவது அடாவடி தரப்படணும் நினைச்ச നിന്റെ ചുന്നരി മോളെ ഇങ്ങോട്ട് പറഞ്ഞു വിടറി. നിന്റെ മോള് അവള് പറഞ്ഞിട്ടാ ഞാൻ ആ കിഴക്കൻ മലയെന്ന് വന്ന കൊരങ്ങനെ അവമാനിച്ചു വിട്ടത്. എന്നിട്ട് നേരം വെറുതപ്പം കാല് മാറി കള്ള എന്നെ പലിച്ചവളെ ഞാൻ വെറുതെ എങ്ങനെയുണ്ട്
സന്തോഷമായിട്ട് ആദ്യമായിട്ടാണ് ഇത് സംഭവിക്കുന്നത്. എൻ്റെ കൂട്ടുകാരൊക്കെ എന്തോരം ലൈൻ നിന്നിട്ടാണ് ഇത് വാങ്ങുന്നത്. എനിക്ക് സന്തോഷം നിൽക്കാൻ വയ്യ. അതൊക്കെ പോട്ടെ, രാധയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡാ? ഞാനാണ് ഹസ്ബൻഡ്. അപ്പൊ പിന്നെ രാധ എന്ന് പറഞ്ഞ രാധാകൃഷ്ണനാണ്. ചെറുപ്പം ഒരു ശബ്ദം അടഞ്ഞു പോയതാ. വൃത്തികെട്ട ഒരു പേരും വൃത്തികെട്ട ഒരു ശബ്ദവും. ഫോണ് വെച്ചിട്ട് പോടത്തേണ്ടി. ആ ലാസ്റ്റ് पगला दीवाना, मैं झटके अमला पगला दीवाना, इतनी सी बात न जाना के ओ मन प्यार करते हैं, सटे उते ओ मरती है. भगदम दरी सारी गम किड़कत दिंदी तांगृत ताड़म संगृत पमगरी रंग അവിടെ കുടികൾക്കൊക്കെ ഭക്ഷണം ഉണ്ടായിന് കേട്ടോ. അതുപോലെ വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. ഞങ്ങളെത്തിപ്പോഴും കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ എല്ലാവർക്കും ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടായിന് കേട്ടോ. ഭക്ഷണമൊക്കെ ഷെയറായിരുന്നു. താങ്ക് യു.
പിന്നെ ഫസ്റ്റ് അവിടെ ഞങ്ങൾ എത്തുന്നതിന് മുന്നേ കസേരകളിയൊക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് കിട്ടിയവർക്കും അതുപോലെ തന്നെ വടംവലിയിൽ ഫസ്റ്റ് കിട്ടിയവർക്കും ട്രോഫി മൊമെൻറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സമ്മാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അവിടെ എന്താണ് ലക്കി കൂപ്പൺ പറഞ്ഞ ഒരു ഇതുണ്ടായിന്. അതിൽ നമ്മൾ എന്താ ചെറിയാൽ കൊടുത്തിട്ട് എന്താ പറയുക കൂപ്പണ് മേടിക്കാം. നല്ല കൂപ്പണ് ഒരാൾക്കടെ പുട പണിക്കേണ്ട വ്യക്തിയുടെ 40-45 വർഷത്തെ ഗ്രാമ്പു തന്നെയായിരുന്നു ഇതൊക്കെ പേര്. അപ്പോൾ മൂപ്പറില്ല എമൗണ്ടൊക്കെ കൊടുക്കുന്നുണ്ട് പുട പണിക്കേണ്ട അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റക്ക്. പിന്നെന്താ പിന്നെയും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത്. പിന്നെയുള്ള പ്രോഗ്രാം എല്ലാവരും കൂടി ആയിരുന്നു കേട്ടോ. ഒരു 4-5 പാട്ടുകാരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ യാമ്പോലിൽ തന്നെയാണ് 2 പേര്. അപ്പോൾ എല്ലാവരും കൂടി കൂടിയിട്ട് പിന്നെ ഒന്നിച്ചൊരു പരിപാടിയായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് പോരുമ്പോൾ ഒരു 1:30 ആയിട്ടുണ്ട് കേട്ടോ. 1:30 ആകുമ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ തിരിച്ച് പോന്നു. ലാസ്റ്റ് ഒരു പാട്ടോട്ടി ഉണ്ടായിന്, അതിനൊന്നും നിന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് വേഗം ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.